എൻ്റെ പേര് സജീവ് കുമാർ, കൊമ്പടി ചമക്കലാണ് വീട്. 7 വർഷക്കാലമായി ആർസിയിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മുടെ ചിറ രാവിലെ മുതൽ അനേകം കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അനേകം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ പല തീരുമാനങ്ങളും എടുത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിനുള്ളിലെല്ലാം കേട്ടു, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ആളുകളെ പരിചയപ്പെടുത്തുക. ഈ 2 കാര്യം ചെയ്താൽ ആർസിമിലൂടെ സക്സസ് ആവാം എന്ന് നമ്മൾ കേട്ടു. സത്യമാണ്. ഇത് 2 ചെയ്താൽ സക്സസ് ആവാം. ആർസിം വളരെ സിമ്പിൾ ആണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷെ ഈസി ആണെന്ന് കേട്ടിട്ടുണ്ട? പറയാറുണ്ട് ഈസി അല്ല. പക്ഷെ ഈസി ആക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്താൽ മതി. അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയോ? പോരാ, പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുകയും കൂടി ചെയ്യണം. അറിവ് കിട്ടാൻ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ പൈസ വരണമെങ്കിൽ പ്രോഗ്രാമുകൾ നമ്മുടെ ടീമംഗങ്ങളും കൂടി അറ്റൻഡ് ചെയ്യിക്കണം. മൂർത്തി സാറ് പറഞ്ഞില്ലേ, അത് നല്ലൊരു കൈയടി മൂർത്തി സാറിന് വേണ്ടി കൊടുക്കും. മൂർത്തി സാറ് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, എന്തുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള. എന്താണ് സിമ്പിൾ എന്ന് പറയുമ്പോ? പല്ല് തേച്ചുകൊണ്ടിരുന്ന ആളുകള് ആർസിമില് പല്ല് തന്നെ തേച്ചുകൊണ്ട് സക്സസ് ആവാം. എന്ത് ചെയ്താൽ മതി? ആ ബ്രാൻഡ് ഒന്ന് മാറ്റിയാൽ മതി. കുളിക്കുന്ന ആളുകള് ആർസിമില് വന്നതിന് ശേഷം നീ കുളിക്കാതെ ആരെങ്കിലും അച്ചീവറായ ആളുകളുണ്ടാ? കുളിച്ചിട്ട് തന്നെ അച്ചീവറായ അവരെന്താ ചെയ്ത? അവരൊന്നും ബ്രാൻഡിൽ നിന്ന് മാറി ആർസിമിന്റെ സോപ്പിട്ട് കുളിച്ചു. പക്ഷെ പല ആളുകളും ലക്സും മെഡിമിക്സും ഇട്ടിട്ട് ആർസിമില് ഡയമണ്ട് ആവാൻ നിൽക്കുന്ന ആളുകളുണ്ട്. അവരോടൊന്ന് പറഞ്ഞേക്ക്, അങ്ങനൊരു തത്വം പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? മാവേലി സ്റ്റോറിന് സപ്ലൈക്ക് ഒന്നും ഐഡിയ ഉണ്ട്, പക്ഷെ ബാങ്ക് അക്കൗണ്ട് ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്നത്. ബാങ്ക് അക്കൗണ്ട് അവര് കൊടുത്തായിരിക്ക ലക്സ് സോപ്പുകാർക്കും മെഡിമിക്സ് കമ്പനിക്കാർക്കും. ആർസിമില് ബാങ്ക് അക്കൗണ്ട് എന്തെങ്കിലും വരുന്ന ആളുകൾ എന്താ ചെയ്തേ? 100% ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിച്ചു. അപ്പൊ ബാങ്കിൽ പൈസ വരും. ചെറുതായിട്ടൊരു കയ്യിൽ കിട്ടും. അപ്പൊ ആർസിം ഉൽപ്പന്നങ്ങൾ ഇത്ര സിമ്പിൾ ആയിട്ട് ബിസ്ക്കറ്റ് തിന്നുകൊണ്ട്, കക്കൂസ് കഴുകിക്കൊണ്ട്, എന്ന് വേണ്ട നിലം തുടച്ചുകൊണ്ട്, ഡ്രസ് ഇട്ടുകൊണ്ട് ഒക്കെ നമുക്ക് സുന്ദരമായിട്ട് വിജയിക്കാൻ ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ട് പോലും പല ആൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതാണ് നേരത്തെ ഷൈബാബു സാർ പറഞ്ഞത്, ആ മെന്റാലിറ്റി ചേഞ്ച് ആവുന്നില്ല. ആ മെന്റാലിറ്റി ചേഞ്ച് ആക്കിയാൽ നമുക്ക് ആർസിമിലൂടെ സിമ്പിളാണ്. അപ്പോൾ ആർസിമിലൂടെ ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ആളുകള് അവരുദ്ദേശിക്കുന്ന തരത്തില് നേട്ടം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, ബാക്കിയുള്ള മാർക്കറ്റിലെ സകല ഉൽപ്പന്നങ്ങളും പരസ്യമുണ്ട്, ഇടനിലക്കാരുണ്ട്. പക്ഷെ ഇവിടെയോ? ഇവിടെ പരസ്യക്കാരുണ്ടോ? പരസ്യക്കാരുണ്ട്. ആർസിമില് പരസ്യം കണ്ടിട്ടുണ്ടോ? ടിവിയില് ഇല്ല. പക്ഷെ പരസ്യക്കാരായിട്ട് നമ്മൾ മാറണം, ഇടനിലക്കാരായിട്ട് നമ്മൾ മാറണം, കമ്പനിയുടെ വക്താക്കളായിട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് നമുക്ക് കമ്പനിയുടെ ലാഭം കിട്ടുള്ളൂ. ശരിയല്ലേ? ആ സൂത്രവാക്യം ശരിയല്ലേ? അല്ലാതെ വല്ല കമ്പനികൾക്ക് വേണ്ടി നമ്മൾ പരസ്യം ചെയ്താൽ ഈ ആർസിമിന്റെ കമ്പനിയുടെ പൈസ കിട്ടും? കിട്ടില്ല. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ചിന്താഗതി? ഈ പ്രോഗ്രാമുകളാണ് ആൾക്ക് അറിവ് കിട്ടുന്നത്, അല്ലെ? പ്രോഗ്രാമുകളാണ്, പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് നമുക്ക് എന്താണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അറിവില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ പോരായ്മ ഉണ്ടാവും. അറിവില്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജിൽ പോരായ്മ ഉണ്ടാവും. ഇതിൽ എങ്ങനെ പൈസ വരുന്നു എന്നുള്ള അറിവിലും പോരായ്മ ഉണ്ടാവും. അപ്പൊ കുറഞ്ഞ ആ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വിജയിക്കാൻ പറ്റാവുന്ന തരത്തില് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും സാധിക്കാത്തതാണ് സത്യത്തില് ആർസിം ബിസിനസ്സില് എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റാത്തത്. എന്തുകൊണ്ട്? എങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാണ് സക്സസ് ആവാൻ പറ്റാത്തത്? ഒന്ന് നോക്കിയാലോ സുരേഷ് സാർ. ആർസിമിൽ പരാജയപ്പെടുന്നവർ ചിന്തിക്കുന്നത് എന്താണ്? ഇവിടെ പരാജയപ്പെടാൻ വന്ന ആളുകളാണോ വിജയിക്കാൻ വന്ന ആളുകളാണോ? അതെ. ഈ പരാജയപ്പെടാൻ വന്ന ആളുകളാണെങ്കിൽ പിന്നെ ഇത് പറയേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ടാണ്. എന്ത് സമയങ്ങളായിട്ടുണ്ടോ?
അപ്പൊ വിജയിക്കാൻ വേണ്ടി വന്ന ആളുകൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആർസിമില് വിജയിക്കാൻ വേണ്ടി വന്ന ആളുകൾ എന്ത് ചിന്താഗതിയോട് കൂടിയിട്ടായിരിക്കും ഇരിക്കുന്നത്? 7 വർഷത്തിന് മേലെയായി ആർസിമില്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആർസിമില് പരാജയപ്പെട്ട ആളുകളെ നോക്കിയ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാമത്തെ പോയിന്റാണ്, എന്തിനാണ് എന്നും പ്രോഗ്രാമും? മരപ്പണി ചെയ്തപ്പോ എന്റെ വീട്ടുകാരും നാട്ടുകാരും ചോദിച്ചില്ലേ, എന്തിനാടാ എന്നും പണിക്ക് പോകുന്നത്? അത് ശരിയല്ലേ? ഇന്ന് പണിയില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. പോവാനാണ് പറയുന്നത്. ഒരു ദിവസം ഉത്സവത്തിന്റെ പിറ്റേ ദിവസമൊക്കെ പണിക്ക് പോയില്ലെങ്കിൽ ഇന്ന് പണിക്ക് പോകില്ലേ, ഇന്ന് കിടന്നുറങ്ങി കേട്ടാ, അങ്ങനെയാ പറഞ്ഞേ. കാരണം പണിക്ക് പോവാനാണ് കാരണം വന്നിരുന്നത്. പക്ഷെ ആർസിമില് വന്നിട്ട് ആളുകൾ, വിജയിക്കേണ്ട ആളുകള് പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് എന്നും മീറ്റിംഗ്? അതിന് ഒറ്റ ഉപമയാ എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ശ്വാസം എടുക്കലും വിടലും ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലിരിക്കില്ല. ഇരിക്കണമെങ്കിൽ പിന്നെ ആളെ എടുക്കേണ്ടി വരും. കാരണം ശ്വാസം വിടലും എടുക്കലും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ജീവൻ നിലനിൽക്കുന്നത്. ആർസി ബിസിനസ്സിൽ പ്രോഗ്രാമുകൾ ഇല്ലെങ്കിൽ ആ വ്യക്തി ആർസിമില് ജീവനോടെ ഉണ്ടാവില്ല. പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തി ആർസിമില് ജീവനോടെ ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ മുതല് എത്ര പ്രാവശ്യം ശ്വാസക്രമം വിടലും ചെയ്തു? ആരാ എണ്ണിയ? ചിലരൊക്കെ പുസ്തകത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 എണ്ണിച്ചിട്ടാ? ഇല്ല. അപ്പോൾ എന്തിനാണ് എന്നും പ്രോഗ്രാം എന്നും ചോദിക്കുന്ന ആളുകള് നിങ്ങളുടെ ശ്വാസക്രമം എണ്ണിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. രാവിലെയൊക്കെ ചിലപ്പോൾ നമ്മൾ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലാതെ പണി ചെയ്യുന്ന സമയത്ത്, ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആർസിമില് എന്തിനാണ് എന്നും ക്ലാസ് എന്ന് ചോദിക്കുന്ന ആളുകള് ഈ ഒരു പ്രക്രിയ, ശ്വാസം നമ്മൾ എങ്ങനെ എടുക്കുന്നോ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി, അതേ രീതിയിൽ ആർസിമില് വിജയിക്കാൻ ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, ചെയ്യേണ്ടതാണ്. കയ്യെടുത്തിന് കുറവായെങ്കിൽ കാശ് കിട്ടേണ്ട കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ ആർക്കും ഇഷ്ടമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പ്രോഗ്രാമുകള് നമുക്ക് എന്ത് തരും? അറിവ് തരും. ഈ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കുമ്പോഴാണ് അവർക്കും ബോധവൽക്കരണം വരുന്നത്, അവർക്കും ആർസിം എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ആർസിമിനെ കുറിച്ച് അറിയാൻ ഏതെങ്കിലും കോളേജില് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടോ? സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെയാണ്, ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലാണ് നമ്മൾ ആർസിമിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ആർസിം പ്രോഗ്രാമിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുമ്പോഴാണ് എവിടെയാണ് നമ്മുടെ പൈസ പോകുന്നത്, എവിടെയാണ് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് നമ്മൾ പണിയെടുത്തിട്ട് നമ്മുടെ കയ്യിൽ പൈസ നിലനിൽക്കാത്തത്, എന്തുകൊണ്ടാണ് ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നമ്മൾ കഴിക്കുന്നവർ നമ്മൾ രോഗികളാവുന്നത്, ഇതിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം ഇന്ന് അറിവും വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലില്ല. ഇത് നമ്മളിലൂടെയാണ്. മുർസാർ പറഞ്ഞില്ലേ, വുമൺ ടാബ്ലറ്റിന്റെ പ്രസക്തി, സ്ത്രീകൾ എന്തുകൊണ്ട് ഇത്ര രോഗികളായിട്ട് മാറുന്നു, ഇത് നമ്മളിലൂടെയാണ് ഇനി പ്രചരിപ്പിക്കേണ്ടത്. ഗവൺമെന്റോ സ്കൂൾ തലത്തിലോ വേറൊരു തലത്തിലും ഇതിന്റെ അറിവില്ല. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ഈ സംവിധാനത്തെ കുറിച്ചും നമുക്ക് അറിവ് വേണം. അതുകൊണ്ട് നമ്മൾ ഒരു ശ്വാസക്രമം എടുക്കുന്ന പോലെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഓണത്തിനും സംക്രാന്തിക്കും മാത്രം എടുത്താൽ മതിയാ ശ്വാസം? ചില ആളുകളുണ്ട് ഓണത്തിനും സംക്രാന്തിക്കും മാത്രം എടുക്കുള്ളൂ. ചില മീറ്റിംഗ്, എന്തിനൊക്കെ ഒരു മീറ്റിങ്ങിന് പോകുന്ന ചോദിക്കാറുണ്ടോ? ഇതിലിരിക്കുന്ന പല ആളുകളും ചിലപ്പോ നിങ്ങളുടെ ലീഡർമാരോട് ചോദിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെട്ടു. ഇനി മുതൽ ചോദിക്കാൻ നിൽക്കണ്ട. ഓക്കെ? അപ്പൊ അതുകൊണ്ട് എന്നും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു വാചകം നമ്മുടെ ചിന്തയിൽ പോലും വരരുത്. വന്നാൽ നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന ആൾക്കും ശ്വാസ തടസ്സം വന്ന ആളുകളുണ്ട് ഇല്ലേ? ശ്വാസ തടസ്സം വന്ന
ജീവിക്കുന്ന ആൾക്ക് എന്ത് ബുദ്ധിമുട്ടാണോ അവർക്ക് ജീവിച്ചിരുന്നിട്ട് പോലും ശ്വാസം കിട്ടാത്തപ്പോൾ അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വരുന്നോ അതേ ബുദ്ധിമുട്ട് ആസിമിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്ക് വരും എന്നും കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താൻ തയ്യാറാണ്. അതുകൊണ്ട് വളരെ സുന്ദരമായി ശ്വാസം എടുക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ എൻജോയ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോവാം, അതേപോലെ തന്നെ ആസിമിന്റെ പ്രോഗ്രാം നിരന്തരമായി അറ്റൻഡ് ചെയ്ത് അറിവ് കൂട്ടുന്ന ആളുകൾക്ക് ആസിമിൽ സുന്ദരമായി വിജയിക്കാം. എന്തിനാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന പറയുമ്പോൾ നോക്കൂ, ഹോം മീറ്റിംഗ്, സൂം മീറ്റിംഗുകൾ, ഹോൾ പ്രോഗ്രാമുകൾ, മെഗാ പ്രോഗ്രാമുകൾ, ULP പറ്റി പറഞ്ഞു. അപ്പൊ ഈ പ്രോഗ്രാമിലൊക്കെ ആളുകളെ പങ്കെടുപ്പിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് അല്ലെ? എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്? ബുദ്ധിമുട്ട് വരുന്നതിന്റെ കാരണം ആദ്യം അവനവൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തീരുമാനമെടുക്കാൻ വൈകുന്നതാണ് ആ വ്യക്തിക്ക് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ആണോ? ഇന്ന് രാവിലെ പോലും തീരുമാനം എടുത്ത വ്യക്തികൾ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടോ വരാനായിട്ട്? അല്ലെങ്കിൽ ഇന്നലെ രാത്രി പോലും തീരുമാനം എടുത്ത് പല ആളുകളും ചിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തീരുമാനം എടുത്ത ആളുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വ്യക്തി തീരുമാനമെടുക്കുന്നത് ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ വ്യക്തി വേറൊരാളോട് പറയാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ പ്രോഗ്രാമുകൾ പ്രൊമോഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആളുകള് ഇത് അറിയുന്നില്ല. പ്രോഗ്രാമുകൾ പ്രൊമോഷൻ ചെയ്യുന്നത് എപ്പോഴും ആദ്യം തീരുമാനം ഒരു പ്രോഗ്രാം അറിഞ്ഞാൽ ഞാൻ പോകുന്നു എന്നുള്ളൊരു തീരുമാനമാണ് ആദ്യം ആ വ്യക്തി അവരുടെ മൈൻഡ് സെറ്റിൽ പറഞ്ഞിരിക്കുന്നത്. കൈയടിക്കണമെങ്കിൽ കൊപ്പറക്കളത്തിൽ ചട്ട വാരിടുന്ന മാതിരി കൈയടിക്കണമെങ്കിൽ അടിപൊളിയായിട്ട് നേരത്തെ പറഞ്ഞു കൈയടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അടിക്കണമെങ്കിൽ അടിക്കുക, അല്ലെങ്കിൽ പിന്നെ അടിക്കാണ്ടിരുന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അടിക്കുകയാണെങ്കിൽ നമ്മൾ തകൃതിയായിട്ട് അടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെന്റാലിറ്റി എന്താണ്? ഇന്ന് പല ആളുകളും ടീമംഗങ്ങൾ വിളിച്ചിട്ട് വരുന്നില്ല. എന്താണ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഞാൻ വിളിച്ചോടുത്ത് ആളുകൾ മനസ്സിലാക്കുന്നില്ല, പ്രോഗ്രാമിന് ആളുകൾ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ തയ്യാറാണോ? ആദ്യം അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ തയ്യാറായോർത്താണ് നാവ് കൊണ്ടുള്ളോ മറ്റുള്ളവരോട് പറയാൻ. അല്ലെങ്കിൽ തന്നെ ശരിയാണോ? ഞാൻ തയ്യാറായിട്ടുണ്ടെങ്കിലാണ് മറ്റൊരാളെ വിളിച്ചാൽ, അല്ലെങ്കിൽ അവൻ തയ്യാറായാലോ? അവനോട് പറഞ്ഞിട്ട് അവൻ തയ്യാറായ പിന്നെ ഞാൻ പോട്ടെ. അത് കാരണം ഞാൻ തയ്യാറാവില്ല, അതുകൊണ്ട് അവര് തയ്യാറാക്കുന്നില്ല. പക്ഷെ കാരണം എന്താ പറയുന്നത്? അവര് തയ്യാറല്ല. അവരോട് പറഞ്ഞ മീറ്റിംഗ് പിന്നെ അവരെങ്ങനെ തയ്യാറാവാ? തുടക്കക്കാരാ. നമ്മളെ കൊണ്ടുപോകേണ്ടത് ഷൈമാൻ സാറിനെ കൊണ്ടുവന്ന് കണ്ടില്ലേ? താലപ്പൊലിയായിട്ട് പോയിട്ട് കൊണ്ടുവന്ന 30 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വണ്ടി ഇവിടുന്ന് പെട്രോൾ അടിച്ച് വണ്ടിയിൽ ഒരു രാജാവിനെ കൊണ്ടുവരുന്നവരെ കൊണ്ടുവന്നു. ലാസ്റ്റ് കാര്യങ്ങൾ കേട്ടപ്പോൾ ആളെ ചാലക്കുടി ബസ് സ്റ്റാൻഡ് ഇറക്കി വിട്ടു. എന്താ കാരണം? ആൾക്ക് കാര്യം മനസ്സിലായി. പിന്നെ അതാണ് നമുക്ക് വേണ്ടോ. ഇന്ന് ആളുകൾ എന്ത് ചെയ്യാ? ആളുകൾ താലോലിച്ച് നീ ചെയ്യടാ കുഞ്ഞമ്മായി, നീ ചെയ്യേ. അതുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പ്രോഗ്രാമിന്റെ പ്രസക്തി. കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആ വ്യക്തി തീരുമാനം. പിന്നാലെ അന്ന് മുതൽ പിന്നെ ഞാൻ പിന്നാലെ നടന്നില്ല. ഇന്ന് ആളെ ഒറ്റയ്ക്ക് വന്ന ആള് വരുന്നു പോലും ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞ ക്ലിയറായ ധാര ബിസിനസ് ആകുമ്പോ. അപ്പോൾ ഇത് ആ വ്യക്തിയുടെ എന്താണ് നമ്മുടെ കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അവരുടെ കുടുംബത്തിനും ആ വ്യക്തിക്കും അവരുടെ കൂടെ വരുന്നവർക്കും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഗുണം ചെയ്യുന്ന സംവിധാനമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടരുത്. ആദ്യം നമുക്ക് ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സുകളെ നിരന്തരമായി അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ആളുകൾ വരാത്തതിന്റെ കാരണം ആദ്യം അവൻ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി അഥവാ തീരുമാനം എടുക്കുന്നത് ഞാൻ പറഞ്ഞ മാതിരി ഇന്നലെ തലേദിവസം തീരുമാനം എടുത്ത ആരെങ്കിലും ഉണ്ടാവും ഈ കൂട്ടത്തിൽ? ഇനി ആരും ഉണ്ടാവില്ല. ഇപ്പോ സുജിത് സാറും തലേദിവസം തീരുമാനം എടുത്തു. ഈ തലേദിവസം തീരുമാനം എടുത്ത ആളുകള് നിങ്ങളുടെ ടീം നിങ്ങളോട് എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി അഥവാ തലേദിവസം നിങ്ങൾ തീരുമാനം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കൊണ്ട് അവര് വരുമോ?
ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ടീമിനെ വളർത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ആദ്യം തീരുമാനം എടുക്കാൻ വൈകരുത്. ഡിസിഷൻ, തീരുമാനം എടുക്കണം. ഈ തീരുമാനം എടുത്ത ആളുകളുടെ ആളുകൾ വരണോ? ഇനി ചില ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട്, ഞാനേ അവരോടൊക്കെ ചോദിച്ചു നിങ്ങൾ പോരുണ്ടോന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോരാൻ തീരുമാനം എടുത്തിട്ടുണ്ടാ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ അവരോട് ഞാൻ പോകുന്നെന്നാ പറഞ്ഞത്. അവരോട് ഞാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവര് പോരുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാക്കിനേലും പവർ കൂടുതൽ നമ്മുടെ ചിന്തയ്ക്കാണ്. തമാശയല്ല പറയുന്നത്. വാക്കിനേലും പവർ നമ്മുടെ ചിന്തയ്ക്കാ. നമ്മൾ പോകുന്നില്ല എന്നുള്ള ചിന്താഗതിയിൽ ഒരാളോട് വാക്കുകൊണ്ട് എത്ര നിങ്ങൾ കസരത്ത് കാണിച്ചാലും ആ വ്യക്തിക്ക് മനസ്സിലാവും ഈ വ്യക്തി ഉറച്ച നിലപാടല്ല, തീരുമാനമല്ല. എങ്ങനെ പറഞ്ഞു? അതുകൊണ്ട് ചിന്തയ്ക്കാണ് വാക്കുകളേലും പവർ കൂടുതൽ, അതിന്റെ സിഗ്നലിന് പവർ കൂടുതലാ. അതുകൊണ്ട് നിങ്ങൾ പോകുന്നില്ല എന്നുള്ള മെന്റാലിറ്റിയില് വാക്കുകൾ കൊണ്ട് ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കില്ല, നമ്മുടെ കൂടെ വരാനുള്ള സാധ്യതയില്ല. വാക്കുകളും പ്രവർത്തികളും അല്ലെങ്കിൽ ചിന്തയും വാക്കുകളും ഒരുമിച്ച് വന്നാൽ നിങ്ങൾ പോകുന്നുള്ള തീരുമാനം എടുക്കുകയും നിങ്ങളുടെ ടീമംഗങ്ങളെ നിങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും കൂടി വന്നാൽ നിങ്ങൾക്ക് കൂടി ഗുണം ചെയ്യും എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞാൽ അവിടെ ചിന്തയും ഒന്നായി, വാക്കും ഒന്നായി. അതിനൊരു പവർ ഉണ്ട്. ആ പവർ ഒന്നൊന്നര പവർ. ആ രണ്ട് കാര്യം ഒരുമിച്ച് വന്നാൽ പ്രവൃത്തിയോടെ നടക്കും. ഈ രണ്ട് കാര്യം ഒരുമിച്ച് വരാത്തോടത്തോളം മോഹൻലാൽ പറയുന്ന മാതിരി മോനെ ദിനേശ കളി നടക്കില്ല. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ആദ്യം നമ്മൾ തീരുമാനം എടുക്കുകയും നമ്മുടെ ടീമംഗങ്ങളെ തീരുമാനം എടുപ്പിക്കുകയും ചെയ്യണമെങ്കിൽ ആ തീരുമാനം എടുക്കണം നമ്മൾ. ഇനി നിങ്ങൾ വിളിച്ചിട്ട് ഒരു 10 പേര് വന്നില്ല വെച്ചോ, ഇവിടെയാണ് അടുത്ത പോയിന്റ്. നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ 10 പേര് വന്നിട്ടില്ല. പക്ഷേ ആ 10 പേര് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രോഗ്രാമില് ഇവിടെ പങ്കെടുക്കണം. ഇവിടുത്തെ ലീഡേഴ്സ് ആയിട്ട് സെൽഫി എടുക്കണം, ഫോട്ടോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അപ്പൊ വിളിച്ചിട്ട് പല കാരണങ്ങൾ പറഞ്ഞ് പശുവിനെ കെട്ടാണ്ട്, പശുവിനെ കറക്കാണ്ട്, കുട്ടീനെ കൊണ്ടുവരാണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഞാൻ പോയില്ലെങ്കിലും എന്റെ ലീഡർ അവിടെ പോയി. അതുകൊണ്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ ലീഡറൊക്കെയല്ല പോയത്, ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കാണ് പോയത്. നിങ്ങളൊരു 2, 3, 4 പ്രോഗ്രാം അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് പങ്കെടുത്ത് നോക്കിയേ, എന്നിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കിയേ. ഞാൻ പറഞ്ഞു ടീമ പാമ്പ് വരുമാരി നിങ്ങളുടെ ടീം ഇതൊക്കെ ഞാൻ വായിക്കുന്നതല്ലേ, ഗിരിസാറിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊട്ടാരും പറയണ്ട. നമ്മൾ ആലോചിച്ച് നോക്കാം. കൊമ്പടിയില് പച്ചക്കറി മേടിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ഒരാളെ കണ്ടിട്ടുണ്ട്, നീ പോയില്ല, നീ മീറ്റിങ്ങിന് നാളെ പോയിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ പോകണം. പക്ഷെ അവൻ പിറ്റേ ദിവസം മാർക്കറ്റിൽ വന്നപ്പോ നമ്മളവിടെ മണ്ണടിക്കുന്നു ഇത് ലീഡർ. അപ്പൊ സാറ് പോയില്ലേ? ഇല്ല ഞാൻ പോയില്ല. നീ എത്താൻ ഞാൻ പോയില്ല. ആര് ചെയ്യാനാ സുഹൃത്തുക്കളെ നമ്മളിവിടെ ബിസിനസ്? ആര് ചെയ്യാനാ? ഇതാണ് പല ആളുകൾക്കും പറ്റുന്ന പറ്റും. അപ്പൊ പ്രോഗ്രാമിന് അതിൻ്റെതായ പ്രസക്തി ഉണ്ട്. ആ രീതിയിൽ തീരുമാനം എടുക്കുന്ന ആളുകൾ അതിനോട് പറയണം. ഒരു ഹോം മീറ്റിംഗ് അങ്ങനെ പ്രൊമോഷൻ ചെയ്യണം അല്ലെ? തൊട്ടടുത്ത അയൽക്കാരോട് എന്ന് പറയണം ഞങ്ങളുടെ ഒരു ലീഡർ വരുന്നുണ്ട്, എനിക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വരുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആള് പറഞ്ഞു നിങ്ങളുടെ അയൽക്കത്ത് ആരെങ്കിലും വിജയിക്കണമെന്നോ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്നോ ആരോഗ്യത്തെ പറ്റി അറിയണമെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു അവസരം അറിയണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ആളുകൾ വിളിച്ചോളണം പറഞ്ഞു. അതിന്റെ പേരിൽ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾക്കും കൂടി ഒരു പക്ഷെ ഗുണം ചെയ്യും. ഇങ്ങനെന്ന് പറഞ്ഞാലോ വലിയൊരു ലീഡർ വരുന്നു, നീ പാടി അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഞാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല, നീ വന്നോടി, നീ വന്നിട്ട് വേണമെങ്കിൽ ഉദാഹരണം കഴിയുമ്പോ ആരോടാ പറയുന്നത്? ആർസിന് കേൾക്കാൻ വരുന്ന ആളോടാണ് പറയുന്നത്. അവിടെ ആളുകളെ സംഘടിപ്പിക്കൽ മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ ആളുകൾക്ക് അവർക്ക് നല്ലൊരു ഗുണം കിട്ടുന്ന സംവിധാനം എന്നുള്ള രീതിയിൽ നമ്മുടെ മെന്റാലിറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് പറഞ്ഞാലോ അവർക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ പറയണം.
പക്ഷെ അത് കേൾക്കുമ്പോ പല ആളുകളും സംസാരം കേൾക്കുമ്പോ എന്താണ്, സംസാരം കേൾക്കുമ്പോ ഇത് അവരവർക്ക് ഗുണമുള്ള പോലെയാണ് അത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ വരാത്തത്. വലിയൊരു പ്രോഗ്രാം, ഇപ്പൊ ഗോപകുമാർ സാറ് വന്ന പ്രോഗ്രാം ചാലക്കുടിയിൽ, അങ്ങനെ പ്രൊമോഷൻ ചെയ്യണം. നമ്മൾ പ്രൊമോഷൻ ചെയ്യേണ്ടത് വാടി മീറ്റിംഗിന് വായോ ചേട്ടാ, എനിക്ക് ആരും കിട്ടിയില്ല, ഇങ്ങനെ പറഞ്ഞാലും വരുമോ? അവിടെ പറയേണ്ടത് എന്താ, കേരളത്തിലേക്ക് ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് കൊണ്ടുവന്ന ഒരാളാണ് വരുന്നത്. അത് അങ്ങനെ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സ് ജോലി രാജിവെച്ചിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് ബിസിനസ് കൊണ്ട് ഇന്ന് കോടിക്കണക്കിന് ബിസിനസ് ആണ് നടക്കുന്നത്. അതില് തുടക്കക്കാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകള് നമ്മള് ഗിരിസാറിന്റെ ക്ലാസ് കേട്ടില്ലേ, കാജസാറിന്റെ ക്ലാസ് കേട്ടില്ലേ? പക്ഷെ അവരെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആർസിം ചെയ്യിപ്പിച്ച ആളാ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് വലിയൊരു തീരുമാനങ്ങൾ എടുക്കാനും ആർസിനെ പറ്റി കൂടുതൽ അറിയാനും അവസരം ഒരുങ്ങും. ഞാൻ എന്തായാലും പോകുന്നുണ്ട്, നീ കൂടി വരികയാണെങ്കിൽ നിനക്കും കൂടി ഗുണം ചെയ്യും. അത് പ്രോഗ്രാമിന്റെ തലേദിവസം രാത്രി 11 മണിക്ക് പറഞ്ഞാൽ മതി. അപ്പൊ അവര് വരും. നമ്മൾ ഇതൊക്കെ എപ്പോഴാണോ നമ്മുടെ പ്ലാനിങ്, അപ്പൊ തന്നെ നമ്മൾ കൊണ്ടുകൊണ്ട് ആളുകളെ ലിസ്റ്റ് ഇട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടണം. അപ്പോൾ എന്നും എന്തിനാ മീറ്റിംഗ് എന്ന് ചോദിക്കുന്നവര് ആ ഒരു ചിന്താഗതി, ഞാൻ പറഞ്ഞു ഈ ഒരു 2 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ എന്ത് മാറ്റണം, ആ ചിന്താഗതി. ഈ വാക്ക് പോലും നമ്മൾ എവിടെയും പറഞ്ഞു പോരുത്. പറഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് നിങ്ങളാ, അതുകൊണ്ട് ആദ്യം തോൽക്കുന്നതും നിങ്ങളായിരിക്കും. അപ്പോൾ എന്തിനാ മീറ്റിംഗ് എന്ന് ഇനി ചോദിക്കോ, എന്തിനാ മീറ്റിംഗ് എന്ന് ഇനി പറഞ്ഞു കൊടുക്കോ, എങ്ങനെ ആളുകളെ പ്രൊമോഷൻ ചെയ്ത് കൊണ്ടുവരണം. ഒരു കാര്യം മീറ്റിംഗ് അറിഞ്ഞാൽ എത്ര നേരത്തെ തന്നെ ആളുകളോട് പറയണം. ചിന്താഗതിയും വാക്കുകളും ഒരേപോലെ ആവണം, അപ്പോഴാണ് പ്രവർത്തനം നടക്കുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ ഒന്നാമത്തെ പോയിന്റിൽ കൈയടിച്ച് പാസ്സാക്കി. ഇനി ട്രെയിനിങ്ങിന് എന്ത് പ്രാധാന്യം കൊടുക്കണം അല്ലെ? പ്രോഗ്രാമുകളിൽ നമുക്ക് അറിവ് കിട്ടും, ട്രെയിനിങ്ങില് നമുക്ക് കഴിവ് കൂടും അല്ലെ? ട്രെയിനിങ്ങില് കഴിവ് കൂടും അല്ലെ? ഒരാള് വെള്ളത്തില് നല്ല സമൃദ്ധിയായിട്ട് അടിപൊളിയായിട്ട് നീന്തുന്നു. നീന്തൽ കാണുമ്പോൾ വിചാരിക്കും നല്ല സിമ്പിളാണെന്ന്. നീന്തൽ അറിയാത്ത നട്ടടിക്ക് വെള്ളത്തിലേക്ക് ചാടിയാലോ ആള് വളരെ സിമ്പിൾ ആയിട്ടാണ് നടക്കുന്നത്. എന്തായിരിക്കും സ്ഥിതി? എന്താന്ന് ഞാൻ പറയുന്നില്ല, അറിയാൻ പറ്റും അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നീന്തൽ അറിയുന്ന ആളുകള് നീന്തുന്നത് കണ്ടിട്ട് ഇത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നും. പക്ഷെ അവിടെ നമ്മുടെ കഴിവ് കൂട്ടിയില്ലെങ്കിൽ ഇത് സിമ്പിൾ അല്ല. അതുകൊണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഒരു കുളത്തില് നീന്തല്, ഒരാള് ഒരു കുളത്തിൽ നീന്തൽ പഠിച്ചു, അവൻ നല്ല നീന്തൽക്കാരനായി. അപ്പോണ്ട് ഇയാള് വീട്ടില് അകത്തൊരു പുൽപ്പായിട്ടിട്ട് അതിൽ നീന്തൽ പഠിച്ചു. നീന്തൽ പഠിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാം. എന്തായിരിക്കും സ്ഥിതി? നന്നായിട്ട് മതിക്കുന്നുണ്ട്, കാലിൽ അടിക്കുന്നുണ്ട്. എന്തായിരിക്കും സ്ഥിതി? ആ സ്ഥിതി തന്നെയായിരിക്കും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആർസിമിൽ വരാൻ പോകുന്നു. ചിലപ്പോ ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി കുറെ ആള് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അവന് വിട്ടുപോകും. പൊക്കോട്ടെ പൊക്കോട്ടെ പൊക്കോ. എവിടേക്കാ പോണ്? ഒരു പോത്തിന്റെ കഥ പറയാറുണ്ട് സാറ്. പോത്തോട്ടത്തിന് കുളിപ്പിച്ച്, പോത്തിന് എണ്ണയൊക്കെ പറ്റി മാലയൊക്കെ ഇട്ട് കുളിപ്പിച്ച് നിർത്തി. അതാണ് ഇപ്പൊ ഈ 2 ദിവസം നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പോത്ത് എവിടേക്ക് പോകും? അവിടേക്ക് തന്നെ പോയാൽ പോത്തിന്റെ അധോഗതി. അതുകൊണ്ട് ഒന്ന് ചേഞ്ച് ആവാനുള്ള മെന്റാലിറ്റി ആണ് ഇവിടെ പറയുന്നത്. അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. നല്ലൊരു ഗൈഡ് നമ്മുടെ ലീഡേഴ്സിനോട് അവർക്ക് ഈ ഒരു പുസ്തകത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വീട്ടില് അവരുടെ മുറ്റത്ത് ഇരുന്നിട്ട് മരപ്പണി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഇന്ന് അടിപൊളിയായിട്ട് കോട്ടും തൊട്ടിട്ടിട്ട് എന്താണ് അടിപൊളിയായിട്ട് സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം, അറിവ്, കഴിവ്, സമയം, താല്പര്യം അല്ലെ? ആർസിൽ വിജയിക്കുന്ന 4 കാര്യങ്ങളാണെന്ന് നമ്മൾ പറയാറുണ്ട്. അറിവ്, കഴിവ്, സമയം, താല്പര്യം. അറിവ് എവിടെ നിന്ന് കിട്ടും? പ്രോഗ്രാമിൽ നിന്ന് അറിവ് കിട്ടും, ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അറിവ് കിട്ടും. അപ്പൊ അറിവ് നമുക്കുണ്ട്, പക്ഷെ അത് കഴിവാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുക അല്ലെ? മാർക്കറ്റ് പ്ലാൻ അറിയോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഭൂരിഭാഗം അറിയും. മാർക്കറ്റ് പ്ലാൻ അറിയുമെന്ന് പറയും. അന്നാ ഇവിടെ നിന്ന് 10 ആളോട് പറഞ്ഞു കൊടുത്താ അതറിയില്ല. അപ്പൊ എന്താ അറിയാ? പോയിന്റ് കൊടുത്ത കിട്ടിയ
മാർക്കറ്റ് മേള അറിയാന്ന് വെച്ചാൽ ആ മാർക്കറ്റ് മേള ഞാൻ കുറെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ശരിയാണ്, ഡയറി 12 അന്നാ ഒരു 10 ആൾക്ക് പറഞ്ഞു കൊടുത്തേ, അയ്യോ എനിക്ക് പറ്റില്ലേ വാങ്ങിട്ടില്ല. അപ്പൊ എന്താ അറിഞ്ഞ അവിടെയാണ് പ്രശ്നം. അറിയാം ഒരു കാര്യം, പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ കാര്യം? എങ്ങനെ ടീം വളരും? അപ്പൊ അതുകൊണ്ട് അതിനാണ് നമ്മളെ കഴിവ് കൂട്ടുന്നത്. അതായത് അതിന് കഴിവ് കൂട്ടണം. അവിടെയാണ് ട്രെയിനിങ് ക്ലാസ്സുകൾ. നല്ലൊരു കഴിവ് ഡോക്ടർ ആയിസാറിന്, ഗിരിസാർ, രാജസാറിന് കൊടുക്കാം. കാരണം നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ കഴിവ് കൂട്ടാനാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ ഒരിക്കലും. പിന്നെ സമയം താല്പര്യം അത് അവരവരുടെ കയ്യിലാണ്. ഒരു ലീഡർമാർക്കും സമയവും താല്പര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ സമയം താല്പര്യം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? സമയം നിങ്ങൾ കൊടുക്കാൻ തയ്യാറായി, താല്പര്യമുണ്ട്, കൈയടിച്ചോ. ഇനി അറിവും കഴിവോ വേണ്ടോ? അറിവും കഴിവോ വേണ്ടോ? ആർസിബിൽ വിജയിക്കാൻ ആകെ വേണ്ടത് സമയവും താല്പര്യവും. അത് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അറിവും കഴിവും കിട്ടാനുള്ള സൗകര്യം നമ്മുടെ ലീഡേഴ്സ് ഒരുക്കുന്നുണ്ട്. അവിടെ നമ്മൾ വരണം. ഓക്കെ, അപ്പോൾ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം. ഓക്കെ, ആ ജിലേബിയുടെ കഥ ഒന്ന് പറയാമെന്ന് വിചാരിച്ചതാണ്. കാരണം ട്രെയിനിങ്ങിന്റെ ഒരു മിനിറ്റ് എടുത്ത് പറഞ്ഞോട്ടെ സാറേ. അതായത് ചില ആളുകളൊക്കെ ജിലേബിയുടെ കഥ കേട്ടിട്ടുണ്ട്, ചില ആളുകൾ ജിലേബിയുടെ കഥ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ജിലേബിയുടെ കഥ കേട്ട ആളുകൾ നല്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നോക്കാം, ഗിരി സാറ് പറഞ്ഞ കഥയാണ്. ഇന്ന് ഞാൻ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഥ അടിക്കണമെങ്കിൽ അതൊക്കെ ലീഡർമാര് പറഞ്ഞത്. അതിന്റെ കുറച്ച് പൊടിപ്പ് തൊങ്ങലായിട്ട് ഞാൻ കയറ്റി അടിക്കും, അല്ലാണ്ട് എന്റെ ഒന്നുമില്ല. ക്ലിയർ ആയ? അതുകൊണ്ട് ഗിരി സാർ പറയുന്ന കഥാപാത്രം ജാനു ആണെങ്കിൽ ഞാൻ രമണയാകും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആ ഗിരി സാർ പറഞ്ഞ കഥയാണ് അവിടെ നമ്മൾ നോക്കാം. ഒരു 2 ഇംഗ്ലീഷുകാര്, ഒരു മദാമിയും ഒരു സാഹിബും നാട് കാണാൻ വന്നു. അവരാണെങ്കിൽ അവിടെ നല്ല ബേക്കറി ഒക്കെ നടത്തുന്ന ആളാണ് അവരുടെ സ്ഥലത്ത്. അങ്ങനെ ഇവിടെ വന്നു, ഒരു ബേക്കറിയിൽ കയറി. അവര് ചിപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിന്റെ കൂടെ ജിലേബി കഴിച്ചപ്പോ ഭയങ്കര എന്താണ്, നല്ല ടേസ്റ്റ്, നല്ല കളറ്, ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല. അത്രയ്ക്ക് നല്ല ഡിസൈനിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് തോന്നി ഈ ജിലേബി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പഠിച്ച്. അപ്പൊ അവിടുത്തെ ഒരു ലേഡിയാണ് ജിലേബി ഉണ്ടാക്കുന്നത്. അവരോട് ചോദിച്ചു, ഞങ്ങളിത് പഠിപ്പിക്കുക, ഞങ്ങൾക്ക് അവിടെ ബേക്കറി ഉണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനാണ്. അത്രയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നപ്പോ പൊട്ടും കളറും അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഒരു ഇത് വരുന്നില്ല, ടേസ്റ്റ് വരുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു റെസിപ്പി പറയുകയാണെങ്കിൽ, നിങ്ങളൊന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോളറൊക്കെ ആയിട്ട് ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, ഞങ്ങൾക്ക് അതിന്റെ പൈസ തരാം, നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച എടുത്തിട്ട് ഇവരെന്ത് ചെയ്തു, അതിലെ കൂട്ടുകളും കാര്യങ്ങളും ഒക്കെ കൂട്ടൊക്കെ അവർ കൃത്യമായിട്ട് ഡയറിയിൽ എഴുതി കൊണ്ടുപോയി. അങ്ങനെ ഇവര് പഠിപ്പിച്ചുണ്ടാക്കുന്നതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് ഡോളറൊക്കെ കൊടുത്ത് ആള് എവിടേക്ക് പോയി, അവരുടെ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് അവിടെ ഭയങ്കര പ്രമാദമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോ ഇവിടെ പണിത്തിരക്കന്റെ ഇടയിൽ നാട്ടിലുള്ള ഈ ലേഡിക്ക്, ഈ ബേക്കറിക്കാരത്തേക്ക് തുരെ മദാമ്മയുടെ ഫോൺ വന്നു. ഈ മദാമ്മയ്ക്ക് എന്ത് വിറ്റണാവെന്ന് വെച്ചിട്ട് ആള് ആ തിരക്കിന്റെ ഇടയിൽ ഇടാൻ പറ്റില്ല, അത് എടുത്തു. ചോദിച്ചപ്പോ പറഞ്ഞു, അതെ അവിടെ നിന്ന് പറഞ്ഞ കൂട്ടുകളൊക്കെ ശരിയാണ്, പക്ഷെ ഉണ്ടാക്കുന്ന അങ്ങോട്ട് കട്ട കുത്തി വരാം, ഉണ്ടാക്കുന്നത് അങ്ങോട്ട് ശരിയാവുന്നില്ല, കട്ട കുത്തി വരാം. നേരത്തെ അവിടുത്തെ വായിച്ച ഡിസൈൻ വരുന്നില്ല. അവിടുന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി, പക്ഷെ അതേപോലെ ഇവിടെ ഡിസൈൻ വരുന്നില്ല. എന്താ കാരണം കിട്ടുന്നിട്ടില്ല, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ ചേർത്ത, അത് ചേർത്ത, ഇത് ചേർത്ത ഒക്കെ വിളിച്ചു പറഞ്ഞു, ഒക്കെ ശരിയാണ്. ലാസ്റ്റ് എന്ത് ചെയ്തു, നിവൃത്തികേടായി. ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് ശരിയാവാത്തെന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ നമ്മുടെ മലയാളി എന്ത് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഉണ്ടാക്കുന്നതൊന്ന് വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇവര് ലൈവായിട്ട് ഒരു വാട്സപ്പിൽ കോൾ വിളിച്ചിട്ട് അവിടെ ഉണ്ടാക്കുന്നു. അപ്പൊ ശരിയാണ്, ചട്ടിക്ക് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ ഒഴിച്ചു കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ മദാമ എന്തുണ്ട്, ആ എണ്ണ മൂത്ത് കഴിഞ്ഞപ്പോ അവിടെ മദാമ അച്ചെടുത്തിട്ട് മദാമ എന്ത് ചെയ്തു, ഈ ചിന്തട്ടിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട്, അതും ചിന്തട്ടിൽ കറക്റ്റ് ആയിട്ട് പിടിക്കണ്ട, അതെല്ലാം റെഡിയാ. അത് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ഇങ്ങനെ പിടിച്ചിട്ട് മദാമ എങ്ങനെയാണ് ഈ മാവ് വീഴുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഇതാണ് മദാമ ചെയ്തത്. ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു,
ഇത് ഇളക്കിയത് കൊണ്ട് ഡിസൈൻ ആവില്ല. ഇത് ഇളക്കിയാലാണ് ഇത് ഇവിടെ നിൽക്കട്ടെ. ഇത് ഇംഗ്ലീഷുകാരനോട് ഇത് പിടിപ്പിച്ചു. ഇംഗ്ലീഷുകാരനോട് ഇവിടെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു. കാരണം ആളെ ആ ചീരിച്ചു തന്നെയല്ല ചെയ്യുന്നത്. ഇംഗ്ലീഷുകാരൻ ബലമായിട്ട് ഇവിടെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു കൈ കാണിക്കോ. കൈ കാണിക്കുമ്പോ സക്സസ് ആയി. പല ആളുകളും ഒരു ക്ലാസ് കേട്ടപ്പോഴേക്കും എല്ലാം മനസ്സിലായി. എന്നിട്ട് ചെന്നിട്ട് വീട്ടില് ഇതാണ് കറക്റ്റ്. എന്നിട്ട് ബിസിനസ് കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ നിർത്തി? സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം ലീഡേഴ്സിന് ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ, ലീഡേഴ്സിന് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, ലീഡേഴ്സിന് നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് അറിയെങ്കിൽ ലീഡേഴ്സായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം. ട്രെയിനിങ് പ്രോഗ്രാമിന് പങ്കെടുക്കണം. അപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നതിന്റെ പോരായ്മ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ ട്രെയിനിങ്ങിന് പ്രസക്തി ഉണ്ടോ? ഈ ജിലേബിയിലെ കഥാലോചന നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെയ്തിട്ടും പ്രയത്നിച്ചിട്ടും ബുദ്ധിമുട്ടിട്ടും കഷ്ടപ്പെട്ടിട്ടും ബിസിനസ് കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ആ ഇംഗ്ലീഷുകാരത്തെ പോലെ എന്തോ നിങ്ങൾ തെറ്റ് ചെയ്യുന്നു. ആർട്ടിന്റെ ഡിസൈൻ എല്ലാവർക്കും വിജയിക്കാനുള്ളതാ. പക്ഷെ നമ്മൾക്ക് മാത്രം പറ്റുന്നില്ലെങ്കിൽ എന്തോ ഒന്ന് മാറി ചെയ്യുന്നുണ്ട്. കൈയടിച്ച് പാസ്. രണ്ടാമത്തെ പോയിന്റ്, ആളുകൾ പ്രോഗ്രാമിന് വിളിച്ചിട്ട് വരട്ടെ. ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ല, നേരത്തെ അതിന് ഉത്തരം പറഞ്ഞു അല്ല. രണ്ടാമത്തെ പോയിന്റിന്റെ കാര്യം, എന്തുകൊണ്ടാണ് വിളിച്ചിട്ട് വരാത്തതെന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നില്ല, നമ്മൾ വിളിക്കേണ്ട രീതിയിൽ വിളിക്കുന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ പോയിന്റ് കൂടി ഒരുമിച്ച് പറഞ്ഞു. അടുത്തതാണ്, പ്രോഗ്രാമിന് ഇപ്പോൾ 5 ടിക്കറ്റ് മതി, ബാക്കി ചോദിച്ചിട്ട് പറയാം. ആരോടായി ചോദിക്കുന്നത്? 5 ടിക്കറ്റ് ഇപ്പൊ മതി, പിന്നെ ഞാൻ ചോദിച്ചിട്ട് പറയാമോ? ആരോട് ചോദിക്കുന്നത്? ആർസിം എന്താന്ന് 3 അക്ഷരം അറിയാത്ത ആളുകളോട് ആണ് നീ വരുന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്ക. ആര് ചോദിക്കുന്ന? ലീഡർ. ഇത് ലീഡറാ. ഞാൻ ആർസിമിൽ വന്നപ്പോ ഗിരിസാർ പറഞ്ഞു, നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും നിങ്ങളുടെ ടീമംഗങ്ങളെ മാക്സിമം ആളുകളെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആർസിം മനസ്സിലാക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവന്റെ ബിസിനസ് ആണ് കൂടുള്ളൂ. അതുകൊണ്ട് ഗിരിസാർ ഇവിടെയുണ്ട്, രാജസാർ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എന്ന് മുതൽ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ എമറാഡല്ലോ, ആളിപ്പോ എന്ത് പറയാലോ, എമറാഡല്ല. ഒന്നുമല്ലാത്ത സമയത്ത് ഏത് പ്രോഗ്രാം വന്നാലും മറ്റുള്ള ഏതൊരു ലീഡർമാർ എടുക്കുന്ന ടിക്കറ്റിനേലും ഒരു 25 ടിക്കറ്റ് എടുക്കുന്നത് ഞാനായിരുന്നു. 25 ടിക്കറ്റ്. എനിക്കൊരു 10 പേരെ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ 35 ടിക്കറ്റ് എടുക്കും. 25 ടിക്കറ്റ് കൂടുതൽ. എന്താ കാരണം? ആ 35 ടിക്കറ്റ് എടുത്താലേ ആ ആളുകളെ ഞാൻ കണ്ടെത്തുള്ളൂ. എന്റെ കയ്യിലിരിക്കണം ഈ ടിക്കറ്റ്, എന്റെ കയ്യിലിരിക്കണം. അപ്പോഴാണ് എന്റെ കയ്യിലിരിക്കുമ്പോൾ ചൂട് ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറില്ലേ, ഡയമണ്ട് ക്ലബ് എന്തിനു ചെയ്യണം? ഡയമണ്ട് ക്ലബ് സ്വമേധയാ ഏറ്റെടുക്കേണ്ട ടാർഗറ്റാണ്. ഷൈബോം സാർ പറഞ്ഞില്ലേ, ആ പ്രൊഡക്റ്റ് വീട്ടിൽ കണ്ടപ്പോഴാണ് അത് കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നുള്ള പ്രചോദനം ഉണ്ടാവുക. അതേപോലെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ പല ലീഡേഴ്സും എടുക്കുന്ന ഒരു കാര്യം, ചെയ്യുന്ന ഒരു കാര്യം, ജോർജ്, രവീന്ദ്രൻ, ശ്യാമള, രമണി, ബിന്ദു, താര നമ്മുടെ കൂടെ ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകളാണ്. ആ ലീഡർ കൂടെ ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകളാണ്. ആളെ കൂട്ടി 5 ടിക്കറ്റ് അല്ലെങ്കിൽ 6 ടിക്കറ്റ്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കൂ. ഇത് നിങ്ങളുടെ ടീമംഗങ്ങളാണെങ്കിൽ ഇപ്പൊ 2 സൈഡ് വരയ്ക്കുമ്പോ തുടക്കക്കാർക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് 2 സൈഡൊന്നും അല്ല, എ സൈഡും ബി സൈഡും ആയിട്ട് പ്രവർത്തനമുണ്ട്. അത് നിങ്ങളുടെ ലീഡേഴ്സ് പറഞ്ഞു തരും. അപ്പൊ നോക്കാം, ഇവിടെ 2 ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോ ഇവിടെ നമ്മൾ നിങ്ങൾ ഒരു പ്രോഗ്രാം വരുന്നുണ്ടെന്ന് അറിയുന്നു, ഒരു ടിക്കറ്റ് എടുക്കുമ്പോ നിങ്ങളുടെ ടീമില് ഒരു 50ഓ 25ഓ പേരുണ്ടെങ്കിൽ 1, 2, 3, 4 പേര് 5 പേരൊക്കെ ചിലപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകളൊന്നും ചിലപ്പോൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ എപ്പോഴും പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകളൊന്നല്ല. അല്ലാത്ത ആളുകൾക്ക് അവസരം മനസ്സിലാക്കിയ 3, 4, 5 പേരുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് 1, 2, 3, 4, 5 പേര് ടിക്കറ്റ്, നിങ്ങളുടെ ടിക്കറ്റ് അല്ല എടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇവരിലൂടെ ഇവരുടെ ലിസ്റ്റ് പ്രകാരം
അവര് ഇതുവരെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്ത ആളുകളും ഇതുവരെ മീറ്റിങ്ങിന് കൊണ്ടുവരാത്ത ആളുകളും ഒക്കെ എന്തുണ്ട് അവരുടെ കൂടെ ലിസ്റ്റിലുണ്ട്. പല ആളുകളും പറഞ്ഞിട്ടുണ്ടാവും, അവര് ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുടെ കാറ്റഗറിയിലെ ആളുകളുടെ കണക്കും കൂടി എടുത്തിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ തന്നെ 5 പേരുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു 5 പേരാണ് വരാനുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 30 ടിക്കറ്റ് എങ്കിലും എടുക്കണം. 25 ടിക്കറ്റ് കൂടുതൽ എടുക്കണം. ഈ 25 ടിക്കറ്റ് കൂടുതൽ എടുത്തിട്ട് എന്ന് പറയണം, ഈ ആളുകളെ കൂടെ വരുന്ന ആളുകളിലേക്ക് ഈ ടിക്കറ്റ് നമ്മൾ എത്തിക്കണം. ഡെപ്ത് വരെ പലപ്പോഴും എന്ത് സംഭവിക്കുക, ഒരു സ്റ്റാർ അച്ചീവർ റോയൽറ്റി അച്ചീവർ മാത്രം കണക്കൂട്ടുന്നു. അവിടുന്ന് പിന്നെ അവരിലൂടെ വരുന്ന ആളുകൾക്ക് ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അത് തന്നെയല്ല, ഇനി അതെങ്കിലും ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നില്ല. ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ലീഡേഴ്സിനോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പല ലീഡേഴ്സും എന്ത് പറയും, എനിക്ക് 10 ടിക്കറ്റ് മതി, 25 ടിക്കറ്റ് മതി. പക്ഷെ അതിന് ഡെപ്തിലേക്ക് ഒരു വിളിക്കും. അതായത് ഇവിടെ ഒരു റോയൽറ്റി അച്ചീവർ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇവിടെ റോയൽറ്റി അച്ചീവർ ആണെങ്കിൽ ഈ റോയൽറ്റി അച്ചീവർക്ക് 10 ടിക്കറ്റ് മതി എന്ന് പറയുന്നത് മെന്റാലിറ്റി എന്താണ്? അദ്ദേഹത്തിന്റെ ടീമിൽ 10 പേരാണ് ആക്റ്റീവ് ഉള്ളൂ, അതുകൊണ്ട് 10 പേരെ കൊണ്ടുവരാനുള്ള മെന്റാലിറ്റിയാണ് 10 ടിക്കറ്റ് പറയുന്നത്. അവിടെയാണ് ലീഡർ ആണെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഡെപ്തില് ബിഗിനർ ഉണ്ടാവും, സ്റ്റാർട്ടർ ഉണ്ടാവും, ഓപ്പണർ ഉണ്ടാവും, ഈഗിൾ ഉണ്ടാവും, റണ്ണർ ഉണ്ടാവും. അവരോടൊന്ന് ഒരു വിളി അവരിലേക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലീഡർ 10 ടിക്കറ്റ് പറഞ്ഞു കൊടുത്ത് 50 ടിക്കറ്റ് ഒക്കെ ചെലവായ ചരിത്രം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടീമിലെ ഒരു ബിഗിനർ ആണെങ്കിൽ അവരോട് പറയണം, ഒരു 5 പേരെ നീ നിന്റെ കൂടെ ചേർക്കും. അതുകൊണ്ട് 5 3 6 ടിക്കറ്റ് നിന്റെ കയ്യിലിരിക്കട്ടെ. 5 പേരെ അവിടെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നം നടക്കണം. ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിലാണ് പ്രയത്നം നടക്കുള്ളൂ, അല്ലേ? ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിലല്ലേ പ്രവർത്തനം നടക്കുള്ളൂ. ഇപ്പൊ ആർസിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ പുസ്തകം ഒരാളെ കയ്യിലുണ്ട്. മാർക്കറ്റിംഗ് പ്ലാൻ പുസ്തകം കൊണ്ടിട്ട് പറയാണ്, തവണ എങ്ങനെയാണ് അങ്ങനെയാണ് ഇതാക്കാന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞു, ഇവിടെ വെളിച്ചം കണയെ കഴിഞ്ഞിരിക്കുക, ഒരു കാര്യം ചെയ്യാം, തവണ പറഞ്ഞു തന്നെ അയാളുടെ കയ്യിൽ തവണയില്ല. ആ പുസ്തകത്തിലെ പേജ് കീറി കൊടുത്തിട്ട് ഇത് കാച്ചിക്കോ എന്ന് പറഞ്ഞ പപ്പടം കാച്ചാൻ പറ്റുമോ? പപ്പടം കാച്ചാൻ പറ്റുമോ? പറ്റില്ല. ആ സ്പോട്ടില് നമ്മുടെ കയ്യിൽ തവണ ഉണ്ടായിരിക്കണം, അല്ലെ? ഇത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു തവണയാണെന്ന് പറയുമ്പോൾ അപ്പെടുത്ത് കൊടുക്കാൻ പറ്റണം. പക്ഷെ അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ, ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിലാണ് സ്പോട്ടില് നമുക്ക് അവരോട് തീരുമാനം എടുപ്പിച്ച് ആ കൊടുത്ത് നമുക്ക് ആളെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടിക്കറ്റ് 5 എടുത്താ പോരാ, നമ്മൾ നമ്മുടെ ടീമിനെ എത്ര കൊണ്ടുവരാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നോ അതിനനുസരിച്ച് ടിക്കറ്റ് മുൻകൂർ എടുക്കണം. പല ആളുകളുടെ ടീമങ്ങളോട് ചോദിച്ചിട്ട് പറയുന്നത്, ചോദിച്ചിട്ട് പറയാം, ആരോട് ചോദിച്ചിട്ട്? ടീമിനോട് ചോദിച്ചിട്ട്. ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, ടീമിനോട് ചോദിച്ചിട്ട് ഇന്ന് വരെ ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ടീമിനോട് ചോദിച്ചിട്ട് ഇന്ന് വരെ ഞാൻ ടിക്കറ്റ് എടുത്തില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഒരു 100 ടിക്കറ്റ് 150 ടിക്കറ്റ് നിങ്ങൾ ബൾക്കായിട്ട് മേടിക്കും. എന്നിട്ടാണ് പണി ഈ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ. പല ആളുകളുടെ ടീമുകളോട് ചോദിച്ചിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. ഞാൻ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കാത്തത്. അങ്ങനെ ചോദിക്കുന്ന ആളുകൾ എന്തുണ്ട്, ഒരു ലീഡറുടെ കപ്പാസിറ്റി അവിടെ കാണിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ പറയണം ടിക്കറ്റ് എടുത്തിട്ട്? ടിക്കറ്റ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കാരണം എന്താണ്, ഒരു ആകെ 800 ടിക്കറ്റാണ് അടിച്ചുള്ളൂ. പക്ഷെ അവിടെ തന്നെ കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയിലാണ്. അതുകൊണ്ട് എന്തുണ്ട്, അതുകൊണ്ട് ഞാൻ മാക്സിമം ടിക്കറ്റ് കുറച്ച് എടുത്തു. ഇനി നമുക്ക് എടുക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ഞാൻ ഒരു 50 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടീമുകളിലേക്ക് ഇനി വേണമെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയ? നമ്മുടെ ടീമുകൾക്ക് വേണ്ടി ഞാൻ 50 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടീമുകൾ കൂടെ നിൽക്കും കട്ടക്ക്. എത്ര ടിക്കറ്റ് എടുക്കണം? ലീഡർ അവര് ചിരിക്കും, ഈ മോഡലുള്ള ദൈവമാരുടെ ലീഡർ. ക്ലിയർ ആയ? അപ്പോ തുടക്കക്കാര് കുറച്ച് പേരുണ്ട്, ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 ടിക്കറ്റാണ് വേണ്ട, ഒരു 20 ടിക്കറ്റ് എടുക്കും. ബാക്കി 18 ടിക്കറ്റ് നിങ്ങൾ കൊണ്ടുവന്ന ആളുകൾ കൊണ്ടിരിക്കെ നിങ്ങളുടെ ബിസിനസ് പറക്കും. ഓക്കെ? അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്താണ്, കൂടുതൽ ടിക്കറ്റ് എടുത്താൽ കയ്യിൽ പെടുമോ? ഇത് ആലോചിച്ചിട്ടാണ് ചില ആളുകൾ. ഏത് ചില ആളുകൾ നോട്ട് കണ്ട ആർസിമില് അതേപോലെ ഉണ്ടായാൽ, പ്രയത്നിച്ചാൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്താൽ ബിസിനസ് വളരില്ല. സുഹൃത്തുക്കളെ, ഒരു കിഡ്സ് കൊടുക്കാൻ വേണ്ടി
450 രൂപ വരെ പെട്രോൾ അടിച്ച് ഒരു കിഡ്സ് കൊടുക്കാൻ വേണ്ടി പോയതാണ് ഇന്ന് ഷൈൻ ബാബു സാർ എന്ന സ്റ്റാർ ലീഡർ അല്ല. ഇന്ന് ത്രിപുര വാടനപ്പള്ളി മേഖലയിലൊക്കെ ഇന്ന് ടെക്നിക്കൽ അച്ചീവറും റോയൽറ്റി അച്ചീവറും സവറുമാരി വന്നതിന് കാരണം ഞാൻ പെട്രോൾ അടിക്കുന്ന പൈസ നോക്കാതെ ഒരു കിഡ്സ് കൊണ്ടുകൊടുക്കാൻ പോയി. കിഡ്സ് കൊടുത്താൽ അന്ന് 100 രൂപ കിട്ടാൻ, പക്ഷെ 450 രൂപ വരെ പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ കിഡ്സ് കൊടുത്തത്. എന്ത് ലാഭം ഉണ്ടായി? എന്ത് ലാഭമുണ്ട്? അന്ന് ചിന്തിച്ചാൽ എന്ത് ലാഭമുണ്ട്? പക്ഷെ ഇന്ന് 10-ാം തീയതി എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടെങ്കിൽ സ്റ്റാർ പ്ലസ് 10-ാം തീയതി എന്ന് പറഞ്ഞ ഒരു ദിവസം സ്റ്റാർ പ്ലസ് 75,000 പെട്ടിയിലായി മാത്രം. ക്ലിയർ ആയ? 10-ാം തീയതിക്കുള്ളിൽ ഡയമണ്ട് ക്ലബ് ചെയ്യുന്നതിന് മുന്നേ സ്റ്റാർ പ്ലസിന്റെ PV വരുന്നു. PV പണം വരും. അതിന്റെ കൂടെ PV മാത്രമല്ല, പണം കൂടി വരും. അതുകൊണ്ട് കയ്യിൽ പെടുമോ? പക്ഷെ നമ്മള് അതിന് നമ്മുടെ ആ കുബുദ്ധി ഒന്നും ഇട്ട് കലക്കാണ്ടിരുന്നാൽ ഏത് നല്ല ബുദ്ധിമുട്ടോ. അതിബുദ്ധിയും കുബുദ്ധിയും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇരുന്നോട്ടെ, പഞ്ചിനിരുന്നോട്ടെ. ഈ ക്ലാസ് നിങ്ങൾ വാക്കില്ല ഉറപ്പാ. കാരണം മൊത്തം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് ആരും മൊത്തം വെച്ചിട്ടല്ല പറയുന്നത്. ഞാൻ ഇന്ന് എൻ്റെ ടീമില് പല ആളുകളും ചെയ്ത ആളുകള് ഇന്ന് ആർട്സ് ബിസിനസിന്റെ 7 അയലക്കത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേട്ട് ലീഡേഴ്സ് പറയുന്ന കേട്ട കാര്യങ്ങള് ടീമിലേക്ക് പകർന്നു കൊടുത്ത് ഏറ്റെടുത്ത ആളുകള് ഇന്ന് ഓരോ അച്ചീവ്മെന്റ് ആയിട്ട് അവര് നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചിന്താഗതി മാറ്റണം. ചിന്താഗതി മാറ്റൂ, അല്ലെ? ചിന്താഗതി മാറ്റണം. നമ്മൾ ഇന്നലെ വരെ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഏത് പാശ്ചാത്തലത്തിലാണ് ജീവിച്ചത്? ഏത് കുടുംബത്തിലാണ് ജീവിച്ചത്? ആണാണോ പെണ്ണാണോ? മൂക്കുണ്ടോ, ചെവിയുണ്ടോ, കാലുണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, വിദ്യാഭ്യാസം ഇല്ലേ? ഒന്നും ഒരു പ്രശ്നമല്ല. 18 വയസ്സായിട്ടുണ്ടോ? ഇന്ത്യൻ പൗരനാണോ? നിങ്ങൾക്ക് ഒന്ന് ചിന്താഗതി മാറ്റാൻ കൂടി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? സമ്പന്നതയുടെ ഒരു വിത്ത് ചിന്ത കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ ആർസിമിലൂടെ വിജയിക്കാം. അതുകൊണ്ടാണ് ചിന്താഗതി മാറ്റൂ, ആർസിമിനെ മനസ്സിലാക്കൂ. മനസ്സിലാക്കുന്നത് എവിടെയാ? പ്രോഗ്രാമുകളിൽ, ട്രെയിനിങ് ക്ലാസ്സുകളിൽ. വിജയിപ്പിക്കാൻ തയ്യാറാവൂ. വിജയിക്കാൻ തയ്യാറാവുന്നതിന് മുന്നേ വിജയിപ്പിക്കാൻ തയ്യാറാവൂ. കൂടെ വന്നവരെ കൈപ്പിടിച്ചുയർത്തി അവരെ താങ്ങും തണലായിട്ട്, അവർക്കൊരു ആവേശമായിട്ട്, അവർക്കൊരു പ്രേരണയായിട്ട്, അവർക്കൊരു കൈത്താങ്ങായിട്ട്, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട്, ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും ഇന്നൊരു അത്താണിയായിട്ട് മാറാൻ പറ്റുന്ന ഒരു ലീഡറായിട്ട് വിജയിപ്പിക്കാൻ തയ്യാറാകൂ. വിജയിക്കാൻ തയ്യാറാവൂ. വിജയം സുനിശ്ചിതമായിരിക്കും. കാരണം എന്താണ്? വിജയിപ്പിക്കാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടാൽ വിജയിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. കാരണം ആർസി ബിസിനസ് അതാ. അതുകൊണ്ട് എല്ലാവർക്കും ആർസിയിലൂടെ വലിയ വലിയ ജീവിത വിജയങ്ങളും നേട്ടങ്ങളും ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മാറ്റാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ഒരു ചിന്താഗതി പ്രോഗ്രാമിനെ പ്രതി ഒരു തരത്തിലും എത്ര പ്രോഗ്രാം കിട്ടുന്നത്? എന്തിനാ ഈ പ്രോഗ്രാം? എന്തിനപ്പോ ഞാൻ അവിടെ പോകേണ്ട ആവശ്യം? ഞാനിപ്പോ എത്ര പ്രോഗ്രാം അറ്റൻഡ് ചെയ്തല്ലേ? എത്ര പ്രോഗ്രാം അറ്റൻഡ് ചെയ്താലും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലായിരിക്കും ചില തീപ്പൊരികള് നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് വരുന്നത്. ആ തീപ്പൊരി മതി നമ്മുടെ ജീവിതം വലിയ വിജയത്തിലേക്ക് പോകാൻ. വക്കോത്തറ് കത്തിക്കാനായിട്ട് 4 പേര് അപ്പുറത്ത് നിന്ന് തീ കൊടുക്കേണ്ട ആവശ്യമില്ല. ചൂട്ട് കത്തിച്ച് വക്കോത്തറ് കത്തണമെങ്കിൽ ഒരു തീപ്പൊരി മതി. അതേപോലെ നമ്മള് നമ്മുടെ സാധാരണ ചിന്താഗതിയിൽ നിന്ന് ഒരു അസാധാരണ ചിന്താഗതി ആവണമെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമില് നമുക്കൊരു തീപ്പൊരി വീണാൽ മതി. ആ തീപ്പൊരി വീഴുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകള്, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകള്. അങ്ങനെ തീപ്പൊരി വീഴിക്കാൻ പറ്റാവുന്ന ലീഡേഴ്സ് ആണ് നമ്മുടെ ലീഡേഴ്സ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ ടീമുകളും തുടർച്ചയായി ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് അവർക്കൊക്കെ ഏതറ്റം വരെ ആർസിയിലൂടെ വിജയിക്കാം. അതാണ് ചരിത്രം. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട്